ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ്. കോട്ടയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നോൺ വെജ് ഐറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ കോട്ടയംകാർക്ക് പറയാനുണ്ടാവും. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ആളുണ്ട്. കോട്ടയത്തെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ചേച്ചിയാണ്. ഉഷ ചേച്ചി ആദ്യമാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്. ഉഷ ചേച്ചി ഞങ്ങൾക്ക് ഇന്ന് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കി തരാൻ പോണേ? എല്ലും കപ്പയും. എല്ലും കപ്പയാണ്. എല്ലും കപ്പയൊക്കെ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ പോകുമ്പോൾ എല്ലും കപ്പയൊക്കെ കഴിച്ചിട്ടുണ്ട്. കോട്ടയത്ത് വന്നിട്ട് ചങ്ങനാശ്ശേരിക്കാരുടെ തനത് എല്ലും കപ്പയും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? എല്ലും കപ്പയല്ലേ? അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് എന്തൊക്കെയാ വേണ്ടത്? ഈ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വേണ്ടത് അല്ലേ? എന്തൊക്കെ ചേർക്കണം നമുക്ക്? മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. പിന്നെ സവാള ചേർക്കണം. സവാള ഉണ്ട്, കറി ലീഫ് ഉണ്ട്, പിന്നെ മെയിൻ സംഭവം എന്ന് പറയുന്നത് എല്ലും കപ്പയും അല്ലേ? ഓക്കെ. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം കപ്പയാണോ വേവിക്കേണ്ടത്? എല്ലാം ആദ്യം വേവിക്കാം. തുടങ്ങാം നമുക്ക്. യെസ്. സവാള ഇടുവാണേ. ആദ്യം നമുക്ക് എല്ല് വേവിച്ചെടുക്കാം അല്ലേ? അതെ. നമ്മൾ ആദ്യം എല്ലാണ് വേവിക്കാൻ പോകുന്നത്. എല്ല് വേവിക്കാൻ ആവശ്യത്തിന് സവാളയും കറി ലീഫും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പാകാക്കി എടുക്കണം അല്ലേ അമ്മേ? ഇതിവിടെ ചേർക്കണം. മസാലപ്പൊടികളും പേസ്റ്റ് ഒക്കെ കൂടി ചേർക്കാം. ഓക്കെ. ഇഞ്ചിയാണ്. ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളി അല്ലേ? ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണല്ലേ? ഇഞ്ചി മാത്രമേ, വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. ഓക്കെ. വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു സ്പൂൺ ആണ് വിട്ടത്? അതെ, ഒരു സ്പൂൺ ഇഞ്ചി. ഒരു സ്പൂൺ ഇഞ്ചി. മുളക് പൊടിയും ഒരു സ്പൂൺ തന്നെയാണോ? 2 സ്പൂൺ ഇടാം. ഓക്കെ. ഇതിപ്പോ എല്ല് എത്രയാണ് എടുത്തിരിക്കുന്നത്? 1/2 കിലോ. 1/2 കിലോ അല്ലേ? ഒരു 2 സ്പൂൺ മുളക് പൊടി ആവാം, എരിവ് ആവശ്യത്തിന് വേണ്ടവർക്ക് അല്ലേ? കുരുമുളക് പൊടിയെ 1 സ്പൂൺ. 1 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി. ഇതെല്ലാം വീട്ടിൽ പൊടിച്ച പൊടികളായിരിക്കും അല്ലേ? അതെ. 1 സ്പൂൺ മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഒരാവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഉപ്പ്. പാകത്തിന് ചേർക്കാം. എല്ലും കപ്പ ആയതുകൊണ്ടാണ് എണ്ണ ചേർക്കാത്തത്. ഇത് ഓൾറെഡി ഇതിനകത്ത് നെയ്യ് ഉള്ളതാ. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അതെ. അപ്പോൾ എല്ലിനകത്ത് അത്യാവശ്യം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് കൊളസ്ട്രോൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എണ്ണ ചേർക്കുന്നില്ല അല്ലേ? ഇല്ല. ഇനിയിപ്പോൾ എല്ലും കൂടി ഇതിനകത്തേക്ക് ഇട്ട എല്ലാ മസാലയും കൂടി പുരട്ടി കുക്കറിനകത്ത് മസാലപ്പൊടികളൊക്കെ ഇട്ട് പാകത്തിന് പുരട്ടി വെള്ളം ഒഴിച്ച് വേവിക്കും അല്ലേ? വെള്ളം ഒഴിച്ച് വേവിക്കും. ഈ ഭാഗത്തും കല്യാണങ്ങൾക്കും ഒക്കെ പൊതുവായിട്ട് തലേദിവസമൊക്കെ ഉണ്ടാവും എല്ലും കപ്പയും പ്രാധാന്യം. കുക്കറിനകത്ത് അങ്ങനെ എല്ലും ആ മസാലപ്പൊടികളൊക്കെ ചേർന്ന് അങ്ങനെ പെരണ്ട് കിടക്കാൻ നല്ലോണം പുരട്ടി വെച്ച് ആ വാസനയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇച്ചിരി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർന്ന് നമുക്ക് അവനെ അങ്ങോട്ട് കുട്ടപ്പനാക്കി എടുക്കാം. വേവിക്കാം അല്ലേ ചേച്ചി? വേവിക്കാം. വെള്ളം ഒഴിക്കുവാണേ. അപ്പോൾ 1/2 കിലോ അല്ലേ എല്ലുള്ളത്? 1/2 കിലോ. അപ്പോൾ അതിലേക്ക് വെള്ളത്തിന് കണക്കുണ്ടോ? പാകത്തിന് വെള്ളം ഒഴിക്കാം. ഇത് വെള്ളം ഇറങ്ങും. ലേശം വെള്ളം അരപ്പൊന്ന് കുഴയാൻ മാത്രം മതി. നേരത്തെ പറഞ്ഞല്ലോ അതിനകത്ത് തന്നെ നെയ്യും വെള്ളവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യത്തിന് ചേർക്കുന്നുള്ളൂ. മസാലയൊക്കെ പുരട്ടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് യോജിപ്പിച്ച് എല്ലിന് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാം. പാകത്തിന് മസാലയൊക്കെ പുരട്ടി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് എല്ല്. ഇനി എത്ര നേരം വേണം ചേച്ചി? ഒരു 3 വിസിൽ അടിക്കണം. ഒരു 3 വിസിൽ. 3 വിസിലാണ് അതിന്റെ പാകം. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? കപ്പ ഇപ്പുറത്തോട്ട് അടുപ്പ് വയ്ക്കാം. ഓക്കെ. ആ നേരം കൊണ്ട് നമുക്ക് കപ്പയും കൂടി വേവിച്ചെടുക്കാം. എല്ല് പാകാവട്ടെ. ആ സമയം കൊണ്ട് കപ്പയും കൂടി വേവട്ടെ അല്ലേ? അങ്ങനെ എല്ലും കപ്പയും റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒരു 3 വിസിൽ വന്നപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്തു. കപ്പയും വെന്തിട്ടുണ്ടാവും അല്ലേ? വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഊറ്റണം, വെള്ളം മാറ്റാം. കപ്പയിലെ വെള്ളം നമ്മൾ മാറ്റാണ്.
ഇപ്പൊ തന്നെ പാകത്തിനായിട്ടുണ്ടാവും കാണും അല്ലേ? എന്നിട്ട് നമുക്കിത് ഉടച്ചെടുക്കണം. ഉടയ്ക്കണം. ഒരു 10-15 മിനിറ്റ് ആയിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തിനകം 3 വിസിൽ വന്നപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്തു. കപ്പയും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ, ആ വെള്ളം മാറ്റുകയാണ് കപ്പയിൽ. വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കുവാണ്. കപ്പയുടെ അരപ്പ. ഇതിൽ എന്തൊക്കെയുള്ള അരപ്പിൽ? തേങ്ങ, ചുമന്നുള്ളി, കരിയാപ്പല, പച്ചമുളക്, ഇത്ര ജീരകവും വെളുത്തുള്ളി വേണമെന്നവർക്കിടാം. ഞങ്ങൾ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടുള്ള അരപ്പാണ്. ഇനി കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ്. കപ്പയ്ക്ക് തേങ്ങ, വെളുത്തുള്ളി, ചുമന്നുള്ളി. വെളുത്തുള്ളി ഇട്ടില്ല. ചുമന്നുള്ളി താല്പര്യമുള്ളവർക്ക് ഇടാം. ചുമന്നുള്ളി, ജീരകം ഉണ്ടോ? ഇല്ല. ഇല്ല. കറിവേപ്പില. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള അരപ്പാണ്. ഇതിന് കപ്പയിലേക്ക് അല്ലേ? ഉഷ ചേച്ചിയുടെ വീട്ടിലൊക്കെ സ്ഥിരം വിഭവമായിരിക്കും അല്ലേ വൈകുന്നേരങ്ങളിലൊക്കെ? കപ്പയല്ലേ? ചിലയിടത്ത് കപ്പ ബിരിയാണി എന്ന് പറയും, ചിലയിടത്ത് ഏഷ്യാഡ് എന്ന് പറയും. അത് തന്നെയാണോ ഇത്? അത് തന്നെയാണ്. പല പേരിൽ അറിയുന്നുള്ളൂ. നമ്മൾ കഴിക്കാൻ ആഗ്രഹിച്ച് പോകുന്ന ആ സംഭവം ഇത് തന്നെയാണ്. കപ്പ ഉടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് ഇതിലേക്ക് അങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് ബാക്കി ചെയ്യാം. എല്ലും കൂടെ ഇട്ട് ഇളക്കാം. എല്ലും കൂടി ചേർത്തിട്ട് ഇളക്കാം. മസാലയൊക്കെ പെരണ്ട് ഇപ്പം നന്നായി പിടിച്ചിട്ടുണ്ടാവും മസാലയല്ലേ? മസാലപ്പൊടികളൊക്കെ പാകത്തിന് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റ് പാകത്തിന് പിടിച്ചിട്ടുണ്ട്. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള വാസന വരുന്നു. പാകത്തിന് വെന്തിട്ടുള്ള കപ്പയും തേങ്ങയും ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ടുള്ള അരപ്പം അല്ലേ? ആ അരപ്പിൻ്റെ കൂടെ ഇതിന് നമ്മൾ പാകാക്കാൻ പോവാട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാണ്? ഉടയ്ക്കാനാണ് ചേച്ചി. ഇതിനകത്തിട്ട് ഇളക്കി പാകത്തിന് ഉടച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ അരപ്പ് വെന്ത് കാണുമല്ലോ? വെന്തു. ഓഫ് ചെയ്യാം. ഓക്കെ, അരപ്പ് വെന്ത് കാണും. ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കപ്പയ്ക്കകത്തോട്ട് എല്ലും കൂടി ഇട്ടിട്ട് കപ്പ ഉടച്ചിട്ട് എല്ലും കൂടി ഇട്ട് കപ്പ ഉടച്ചതിന് ശേഷം അപ്പം കപ്പയൊന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം നമുക്ക് എല്ല് വെച്ച് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉപകരണം ഇത് വെച്ചിട്ട് നമുക്ക് ഉടയ്ക്കാം അല്ലേ? അരപ്പിൻ്റെ കൂടെ വെന്തിട്ടുള്ള ആ കപ്പ നന്നായി ഇടിച്ച് ഉടക്കുകയാണ്. ഇപ്പൊ കപ്പ നന്നായി ഏകദേശം ഉടഞ്ഞിട്ടുണ്ട് അല്ലേ? ഉടഞ്ഞിട്ടുണ്ട്. പാകമായി. ഇനി എന്താ അടുത്ത് ചെയ്യുന്നത്? എല്ലും കൂടി ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യാം. തുറക്കാം. ഇനി എല്ലും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. വീട്ടിൽ പൊടിച്ച് ചേർത്ത പൊടികളും ആ മസാലയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു മണം തന്നെ നമുക്ക് വേറെ അറിയാൻ പറ്റും. കപ്പയെല്ലാം ഒക്കെ പാകത്തിന് അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉഷ ചേച്ചി നമ്മൾ എന്താ ഇത് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാം. മാറ്റാം അല്ലേ? വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങനെ ഫൈനലി നമ്മൾ മാറ്റാൻ പോവാണ്. ആഹാ, ഉഷ ചേച്ചി ആ കോരി എടുക്കുന്ന ഒരൊറ്റ എടുത്തതിൽ തന്നെ കണ്ടില്ലേ നല്ല കൺസിസ്റ്റൻസി. ഇനി നമുക്ക് അതിൻ്റെ പുറത്തോട്ട് ഈ സബോളക്കകത്ത് ഇച്ചിരി ഉപ്പും വിനാഗിരിയും ഒക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഇളക്കി അതിലേക്ക് വെക്കാം. ഓക്കെ, ഒരിത്തിരി വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ, ഒരു അരമുറി നാരങ്ങ നമുക്ക് ചേർക്കാം. കുറച്ച് സവോളയും കൂടി ചേർക്കാം അല്ലേ? സവാളയും കൂടെ ചേർക്കാം. ഇപ്പം എല്ലും കപ്പയൊക്കെ നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ഭംഗിക്ക് ഒരു ടോപ്പിംഗ്സ് എന്താണ് നോക്കാം നമുക്ക്. ആ സവാളയൊക്കെ അവിടെ ഞെരടി വെച്ചിരിക്കും. ഇതിൽ എന്തൊക്കെയുണ്ട് ചേച്ചി? ഇതിനകത്ത് നാരങ്ങ നീരും ഉപ്പും സവോളയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാം.
നല്ലൊരു മീൻ വറുത്ത് കഴിക്കുമ്പോൾ നമുക്ക് അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് സവാള. അതുപോലെ തന്നെ എല്ലും കപ്പയും കഴിക്കുമ്പോൾ അല്ലേ, കപ്പ ബിരിയാണിയിലെല്ലാം ഉണ്ടാവും. ഒരു സവാളയും കൂടി സ്പ്രെഡ് ചെയ്ത് വെച്ച് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റെഡി ടു ഈറ്റ് ആണ്. അപ്പോൾ ഇതാ സ്വാദിഷ്ടമായ ചങ്ങനാശ്ശേരി സ്പെഷ്യൽ എല്ലും കപ്പയാണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കോട്ടയം സ്റ്റൈൽ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് ചേച്ചി. ഓക്കെ, ഇനി നമുക്ക് നോക്കല്ലേ അതിൻ്റെ രുചി ഞങ്ങൾ നോക്കാൻ പോകും. ചേച്ചിയുടെ കൈപ്പുണ്യം, ചങ്ങനാശ്ശേരിക്കാരിയുടെ കൈപ്പുണ്യം എന്താണെന്നും കൂടി നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാ കോട്ടയം സ്റ്റൈൽ എല്ലും കപ്പയും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നോക്കട്ടെ ചേച്ചി. ചേച്ചി അത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന എല്ലും കപ്പയും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടൊക്കെ ഉണ്ട്, മസാലയുടെ ഒക്കെ മണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അസാധ്യം ചേച്ചി, കോട്ടയം സ്റ്റൈൽ എല്ലും കപ്പ എന്ന് പറഞ്ഞാൽ അതാ ഇവിടെയാണ്. ചേച്ചിയുടെ അടുത്ത് വന്ന് കഴിക്കണം. സത്യം പറഞ്ഞാൽ ഉപ്പ്, എരിവ്, മസാല എല്ലാം പാകാട്ടോ. ചേച്ചി ഒന്നും പറയാനില്ല, സൂപ്പർ. ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അസാധ്യ ടേസ്റ്റ് ആണ്, ആരും മിസ് ചെയ്യരുത്. ഇന്നത്തെ ലേഡീസ് അവൻ്റെ കുക്കറി സെഗ്മെന്റ് നമ്മൾ പൊളിച്ചു. ചേച്ചി സ്പെഷ്യൽ താങ്ക് യു സോ മച്ച്. ഇനി നല്ലൊരു വിഭവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരില്ലേ? തരാം. യെസ്, ലേഡീസ് അവൻ്റെ കുക്കറി സെഗ്മെന്റിൽ രുചികരമായ മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദാൻ ടേക്ക് കെയർ.